നമസ്കാരം. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിരവധി ആചാരക്രമങ്ങൾ പല ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ പല പ്രതിഷ്ഠാ കേന്ദ്രങ്ങളിലുമൊക്കെ നടക്കുന്നുണ്ട്, നമുക്കറിയാം. തീർച്ചയായിട്ടും ഓരോ ക്ഷേത്രത്തിനും ഓരോ ക്ഷേത്ര സങ്കല്പമുണ്ട്, ആചാരക്രമമുണ്ട്, ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജാതി കാര്യങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ പോവുകയും ഈ വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യും. അങ്ങനെ വിഖ്യാതമായ ഒരു ക്ഷേത്ര സങ്കേതമാണ് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. അതായത് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു ആരാധനാ മൂർത്തിയുടെ പ്രതിഷ്ഠയാണ് കുടുംബ പാരമ്പര്യമായി പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ആ കുടുംബക്കാർ ചെയ്യുന്ന പൂജാതി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ആ പ്രദേശത്ത് പല ക്ഷേത്രങ്ങളിലായി നിലവിലുണ്ട്. നേരത്തെ അത് വളരെ കുറച്ചെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ക്ഷേത്ര സഞ്ചയങ്ങൾ, ക്ഷേത്ര സമൂഹങ്ങൾ തുടങ്ങി വലിയ പരസ്യങ്ങളൊക്കെ നൽകി വലിയ രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്തരെ ആകർഷിക്കുന്നുണ്ട്. ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്, അതിന്റെ ചരിത്രപരമായ വിശേഷങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പൗരാണിക പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ഒരു വ്യക്തി, അവിടുത്തെ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീയോട് അപമര്യാദയായി മെസ്സേജ് അയക്കുകയും നഗ്നയായി നിൽക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ ഒരു വാർത്ത കണ്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്നാലും അത്തരത്തിൽ ഇദ്ദേഹം പെരുമാറി എന്ന മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം എന്തായാലും വെറുതെ ഒരു വാർത്തയൊന്നും വരില്ല, അല്ലെങ്കിൽ കേസും മറ്റു കാര്യങ്ങളൊന്നും വരില്ല, അല്ലെങ്കിൽ പരാതിയൊന്നും വരില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ അനിൽ നമ്പ്യാർ, അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഒരിക്കലും ഇത്തരം ദേവസ്ഥാനങ്ങളെ മോശമാക്കി വെക്കണം അല്ലെങ്കിൽ മോശമാക്കണം എന്ന് ഉദ്ദേശിച്ചുള്ളതല്ല ഈ പോസ്റ്റ്. നമ്മളത് പറയുന്നതും അങ്ങനെയല്ല. പക്ഷേ ഇത് വലിയ ചൂഷണത്തിന് വിധേയമാകുന്നു. ഹൈന്ദവ സമൂഹം മാത്രമല്ല, എല്ലാ സമൂഹങ്ങളും വലിയ ചൂഷണത്തിന് വിധേയമാകുന്നു. മാത്രമല്ല, ആചാര സങ്കല്പങ്ങളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ പോസ്റ്റ് എന്ന് ഇത് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും തോന്നിയത് കൊണ്ടാണ് ഇത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന് സെലിബ്രിറ്റികൾ സാധാരണയിൽ കവിഞ്ഞ പരസ്യം കൊടുത്തപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നിയിരുന്നു. ഇപ്പോഴോ സംശയിച്ചത് സത്യമായി സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഈ വിഷ്ണുമായ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി എന്ന് അവകാശപ്പെടുന്ന ഉണ്ണി ദാമോദരനും, അതായത് ഫോട്ടോയിൽ വലത് അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്, കുൽസിത പ്രവർത്തിക്ക് കർണാടക പോലീസ് പൊക്കിക്കൊണ്ടുപോയ ജീവനക്കാരൻ അരുണും വെറും ഉടായ്പകളാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്ന് അനിൽ നമ്പ്യാർ പറയുന്നു. ചാത്തൻ സേവയുടെ മറവിൽ വിശ്വാസികളെ പ്രലോഭിപ്പിച്ചും പറ്റിച്ചും അവരുടെ പണവും സ്ത്രീകളുടെ മാനവും കവരുന്ന നാറികളെ തിരിച്ചറിയുക. ചാത്തൻ എന്തിനാ പബ്ലിസിറ്റി? സിനിമാ താരങ്ങളെ ഇറക്കിയാണോ ദേവസ്ഥാനത്ത് ആളെ കൂട്ടുന്നത്? ഇനി ബ്രാഹ്മണരുടെ നെഞ്ചത്ത് കയറേണ്ട. ഇവിടുത്തെ സോകോൾഡ് ശാന്തിയും അസിസ്റ്റന്റുമാരും ഒന്നും ബ്രാഹ്മണരല്ല, വരേണ്യവർഗത്തിൽപ്പെട്ടവരുമല്ല. പ്രതീക്ഷിക്കാത്ത പണം വരുമ്പോൾ ഇക്കൂട്ടർ അറിഞ്ഞ് ആർമതിക്കും. സമാജത്തെ അപകീർത്തിപ്പെടുത്തുന്ന കപട ഉപാസകരെ മടല് വെട്ടിയടിക്കണം. അവന്റെ ഡാഷ് ഡേ ദേവസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഇവരുടെ ആരോപണ വിധേയരായ ആളുകളുടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ദുരുപയോഗം ചെയ്യുകയും ആവശ്യമില്ലാത്ത രീതിയിൽ ഇത് പരസ്യമൊക്കെ നൽകി സിനിമാ താരങ്ങളെ ഒക്കെ തന്നെ സെലിബ്രിറ്റികളായി വെച്ചുകൊണ്ട് പരസ്യം നൽകി ഇതിലേക്ക് ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അത് ഒരു ധനാപഹരണത്തിന്റെ അല്ലെങ്കിൽ പണമുണ്ടാക്കൽ മാത്രം എന്നതിന്റെ ചില ചിന്താഗതികളല്ലേ എന്നുള്ളത് ഹൈന്ദവ സമൂഹം ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. അവിടെ പോകുന്നവരുണ്ടാകും, പോകാത്തവരുണ്ടാകും. ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തനിൽ വിശ്വാസമുള്ളവരുണ്ടാകും, ഇല്ലാത്തവരുണ്ടാകും, അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്നവരുണ്ടാകും, അനുകൂലിക്കുന്നവരുണ്ടാകും, എന്തുമുണ്ടാകും. ഇപ്പം ഒരു ദേവസ്ഥാനം മോശമാണ് എന്ന് പറഞ്ഞു വെക്കുകയല്ല, പക്ഷെ ആ ദേവസ്ഥാനം നടത്തുന്ന ചില പ്രവർത്തികൾ സമൂഹത്തിന്, ഹൈന്ദവ സമൂഹത്തിനടക്കം വലിയ തോതിൽ ദോഷം വരുത്തി വെക്കുന്നു. ഇവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്, അല്ലെങ്കിൽ ഇവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പണവും വലിയ തുകയും ഒക്കെ ഈടാക്കുന്നു, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നു, അവരോട് നഗ്നരായി പൂജയ്ക്ക് പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തെ തന്നെ, വിശ്വാസങ്ങളെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. പൊതുസമൂഹവും ഹൈന്ദവ സമൂഹവും കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. സെലിബ്രിറ്റികളെ വച്ച് ഇത്തരം വെച്ചാരാധനകളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനി ഒരു ആരാധനാ ക്രമം ഉണ്ടെങ്കിൽ പോലും
അതിനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള കാഴ്ചകൾ പലപ്പോഴായി കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് ചിന്തിക്കുന്നു. ഇത് ഹൈന്ദവ സമൂഹവും അവിടെ പോകുന്നവരും അതിനെക്കുറിച്ച് അറിയാവുന്നവരും ഒക്കെ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം, ഈ ഒരു പോസ്റ്റ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇത് ദൈവീകമായ ആചാരങ്ങളെ ഒക്കെ തന്നെ, അല്ലെങ്കിൽ യഥാർത്ഥ ആചാരങ്ങളെ ഒക്കെ തന്നെ മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ അവയെ കൂടി അപകീർത്തിപ്പെടുത്തുന്ന, മറ്റ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ കൂടി, ആചാരവിശ്വാസങ്ങളെ കൂടി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ കൂട്ടർ, ഈ പെരിങ്ങോട്ടുകരക്കാർ, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഈ ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ നടത്തുന്നത് എന്നത് വേദനയോടെ, വിഷമത്തോടെ പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആവശ്യമുണ്ട്, പരിശോധനകൾ ആവശ്യമുണ്ട്, അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. ഇത്തരം ദൈവികമായ അവസ്ഥകളെ കൂടി ദുരുപയോഗപ്പെടുത്തി ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്ന ഈ ഇത്തരം പ്രവർത്തികൾക്കെതിരെ, അതിന് പിന്നിൽ പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ കൂട്ടർക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് ആവശ്യം എന്നതിൽ സംശയമില്ല.